മനസ്സിലൊരു മഴവില്ലിൽ ഇന്നലെ എന്നോടൊപ്പം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ പല ഘട്ടങ്ങളെക്കുറിച്ചും ആവേശത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ഭാര്യ സുധാകുമാരി. ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് ഇങ്ങോട്ടാണ് ആൾക്കാർ വിളിച്ചത്. നമ്മൾ അങ്ങോട്ട് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാലും എന്നാ പിന്നെ അഭിനയിച്ച് കളയാം എന്നൊരു തോന്നൽ വരാനെന്ന് സിനിമ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടപ്പെടാത്ത ആരാണ്? സിനിമ ഇഷ്ടപ്പെടാതെ എനിക്ക് സിനിമയെ കാണാറില്ല എന്ന് പറയുന്നത്. ഞാൻ സിനിമ കാണാറുണ്ട്. എന്നെ സിനിമയ്ക്ക് പോയിട്ട് കൊണ്ടുപോകാൻ എൻ്റെ അമ്മ പോകുമ്പോൾ എൻ്റെ നിലവിളി തിയേറ്റർ വരെ കേട്ടിട്ടുണ്ട് അമ്മ. കാരണം എന്നെ കൊണ്ടുപോകാൻ ഞാനൊരു സിനിമ 7-8 പ്രാവശ്യം പണ്ട് കാണുമായിരുന്നു. ഭാർഗവി നിലയം, മുടിയനായ പുത്രൻ, പിന്നെ അതുപോലെ തന്നെ ഓടയിൽ നിന്ന്, പഴയ കാലത്തെ സത്യൻ്റെയും പ്രേംനസീറിൻ്റെയൊക്കെ പടം ഞാൻ 7-8 പ്രാവശ്യം കാണും. കണ്ടാലും എനിക്ക് മതി വരില്ല. അപ്പോൾ സിനിമയെക്കുറിച്ച് കൊച്ചുനാൾ തൊട്ട് എനിക്കൊരു സങ്കല്പം. അതുകൊണ്ട് സിനിമ എനിക്കിഷ്ടമാണ്. സിനിമാ താരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവരോടൊക്കെ എനിക്ക് വലിയ ബഹുമാനം. അതുകൊണ്ടാണ് ശ്വേതാമേനോൻ്റെ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, അവരൊരു നടിയാണ്, അവരുടെ തൊഴിൽ അഭിനയമാണ്. അപ്പം നിങ്ങൾ നാളെ ശ്വേതാമേനോൻ്റെ ഒരു ബലാത്സംഗ രംഗം ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഒരാൾ ശ്വേതയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. പക്ഷേ അത് 160 ആളുകൾ ചുറ്റും നിന്നിട്ടാണ് ഈ ബലാത്സംഗം ചിത്രീകരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഭിനയം ഒരു തൊഴിലാണ്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. അതുകൊണ്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു അപകടമുണ്ടായപ്പോൾ ആ കുട്ടി അഭിനയിക്കുന്നതിൻ്റെ പേരിൽ അവരെ തള്ളിപ്പറയരുതെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. അവിടെ ഞാൻ അതിനെനിക്ക് ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന പല ആളുകളും പത്രസമ്മേളനം നടത്തി എന്നെ ആക്ഷേപിച്ചു. എനിക്ക് ആ ആക്ഷേപത്തിനൊക്കെ ഞാൻ പുല്ലുപോലും വില കൊടുക്കാതെ തള്ളിക്കളയാം. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഗൗരവം കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാനതാ പറഞ്ഞത്, സിനിമ കുട്ടിക്കാലം തൊട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഈ ദൈവത്തെ ആരാധിക്കുന്ന പോലെ സത്യനെയും പ്രേംനസീറിനെയൊക്കെ ആരാധിച്ച ആളാണ്. ഇന്ന് ആ ആരാധന മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒക്കെ എനിക്കുണ്ട്. ഞാനത് കാണിക്കുന്നില്ലെങ്കിലും അവരൊക്കെ ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്, അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും മമ്മൂട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിട്ടുകൊടുക്കില്ല. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. ആ സ്വത്തിനെ ഒരു പാർട്ടിക്കായി ഞാൻ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ കൈരളിയുടെ ചെയർമാനായും ഞാനൊരു ഇടതുപക്ഷ ചിന്തകനായും മമ്മൂട്ടിയെ കാണത്തില്ല. മമ്മൂട്ടി കേരളത്തിൻ്റെ പൊതു സ്വത്താണ്, എൻ്റെയും കൂടെ സ്വത്താണ്. അങ്ങനെ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് കുട്ടിക്കാലം തൊട്ടുണ്ടായതാണ്. അതുകൊണ്ട് സിനിമ ഇന്നെനിക്ക് കാണാൻ സമയമില്ലാത്തത് കൊണ്ടും ഇന്ന് കാണാനാവാത്തത് കൊണ്ടുമാണ്. കാരണം ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോയി ഇന്നിപ്പോൾ സിനിമ കാണുന്നത് സുരക്ഷിതമല്ലാത്തത് കൊണ്ടും രാത്രി 10 മണിക്ക് ശേഷം മീറ്റിംഗ് ഞാൻ പറയുകയാണ്. ഇപ്പോൾ സിനിമാ തിയേറ്റർ ഒരു സെക്യൂർ പ്ലേസ് അല്ല സിനിമ കാണാൻ. അതുകൊണ്ട് ഇപ്പോൾ മാത്രമല്ല, ഇപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മാസത്തിനുള്ളിൽ ഇതിൻ്റെ CD-കൾ TV വരാറുണ്ട്. അപ്പോൾ പല സിനിമയും നമ്മൾ വീട്ടിലിരുന്ന് കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. പണ്ട് ഞാനും എൻ്റെ കുടുംബവും എല്ലാ സിനിമയും തിയേറ്ററിൽ പോകും. എൻ്റെ അമ്മ കാണാത്തൊരൊറ്റ സിനിമയില്ല. ഒരിക്കൽ പ്രേംനസീർ എൻ്റെ വീട്ടിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ ഒരു ചെറിയ ഇവിടെ വാങ്ങി രാഷ്ട്രീയത്തിൽ വന്നു. കോൺഗ്രസിൻ്റെ പ്രചരണാർത്ഥം കൊല്ലത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്മയുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രേംനസീറാണെന്ന്. കാരണം ഈ അമ്മ ചെന്ന് തൊട്ടു നോക്കുന്നു, ഇത് പ്രേംനസീർ തന്നെയാണോ? കാര്യം എത്ര സിനിമകൾ കണ്ടൊരാൾ അമ്മയുടെ അടുത്ത് വരുന്നു, അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മയെ കൂടെ വിളിച്ചടുത്തിരുത്തി അമ്മയും കൂടെ ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചോളൂ. അപ്പോൾ അമ്മയുടെ ആ ഒരു ആങ്സൈറ്റി കണ്ടിട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. അമ്മയെ വിളിച്ചടുത്തിരുത്തി പിന്നെ ഇതിൽ നിന്ന് കാസറോളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ അമ്മയ്ക്ക് വിളമ്പി കൊടുത്ത അദ്ദേഹം കഴിച്ചത്. അപ്പോൾ സിനിമാ താരങ്ങളെക്കുറിച്ച് ഇന്ന് എനിക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഉള്ളത്. അതുകൊണ്ട് സിനിമയെക്കുറിച്ചും പിന്നെ അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. അഭിനയിക്കാൻ പോകുമ്പോൾ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് എന്തും പറയാം. സാർ എപ്പോഴും അങ്ങനെ പറയുന്ന സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നടിച്ച് പ്രവർത്തിക്കും. പക്ഷെ നമുക്ക് സിനിമയിൽ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് ടേക്ക് എടുക്കാം. അല്ല, എൻ്റെ സിനിമയിലെ ഡയലോഗ് കേട്ടിട്ട് പലർക്കും നിരാശ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അഭിനയിച്ചത് ടൈഗറിലാണ്. അപ്പോൾ ടൈഗറിൽ എൻ്റെ ഒരു സിനിമയിലെ ഗുരു എന്ന് പറയുന്നത് ഷാജി കൈലാസാണ്. കാരണം എൻ്റെ ഈ TV-യിലെ പ്രകടനം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടാണ്. എന്നിലൊരു കലാകാരനുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. ആദ്യം വിളിച്ചത് മമ്മൂട്ടി നായകനായ ഒരു പടത്തിൽ അഭിനയിക്കാനാണ്, ബ്രാൻഡ് ബ്രഹ്മാനന്ദ്, SN സ്വാമിയുടെ കഥയാണ്. പക്ഷേ അതിൽ ഇങ്ങനെ പല ആവർത്തി എന്നെ വിളിച്ചപ്പോഴും ഞാൻ ഒഴിഞ്ഞാണ്. പിന്നെ പുള്ളി നിർബന്ധിച്ചു, ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ സിനിമ എന്തൊക്കെ കാരണം കൊണ്ട് പിന്നെ യാഥാർത്ഥ്യമായില്ല. പക്ഷേ അതിൻ്റെ കഥ
പിന്നീട് ഞാൻ എസ് എൻ സ്വാമിയെ കണ്ടപ്പോൾ പറഞ്ഞു അത് പല സിനിമയ്ക്കായിട്ട് പുള്ളി പകത്ത് നൽകി ഈ ബ്രാൻഡ്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപിയായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചത് ടൈഗർ, അതിൽ മുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും എൻ്റെ പാർട്ടി എന്നെ ആക്കാത്ത ഒരവസ്ഥയിൽ എന്നാൽ പിന്നെ മുഖ്യമന്ത്രിയായി അബ്രപാളിയിലെങ്കിലും ഒന്ന് വന്നു കളയാം എന്ന് ഞാനും തീരുമാനിച്ചു. ഷാജി കൈലാസിൻ്റെ ഫസ്റ്റ് ടേക്ക് അപ്പോൾ എന്നോട് ചോദിച്ചു, പത്രക്കാർ മൊത്തം വളഞ്ഞിരിക്കുന്നു, ചാനലുകാർ മൊത്തം വളഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, രാജ്മോഹൻ എന്തെങ്കിലും ഒരു പേടിയുണ്ടെങ്കിൽ നമുക്കിവരെ എല്ലാം ഒഴിവാക്കി ഷൂട്ട് ചെയ്യാം. ഞാൻ പറയൊന്നും വേണ്ട, അവരെല്ലാം നിന്നോട്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ എടുത്തു. ഫസ്റ്റ് ടേക്ക് ഷാജിയോട് ചോദിച്ചാൽ പറയും. ഫസ്റ്റ് ടേക്കിൽ എടുത്തിട്ട് പുള്ളി ആദ്യമായിട്ട് എനിക്ക് പൈസ തരുമ്പോൾ പറഞ്ഞു, ഇതൊരു തുടക്കമാണ്, ഇതിവിടുന്ന് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ 10 പൈസ കിട്ടാത്ത രാജ്മോഹൻ തന്നെ ഇവിടുന്ന് ഇത് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരോമ മോഹനെ കൊണ്ടാണ് ഷാജി എനിക്ക് ആദ്യമായിട്ടൊരു കൈനീട്ടം തരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിൽ തുടങ്ങി. പിന്നെ ഉടൻ തന്നെ മമ്മൂട്ടിയുടെ ബൽറാം വേഴ്സസ് താരാദാസായി, പിന്നെ അടുത്ത് സ്മാർട്ട് സിറ്റിയായി, പിന്നെ വാസ്തവമായി, പിന്നെ ജൂബിലിയായി, അങ്ങനെ പിന്നെ കന്യാകുമാരി എക്സ്പ്രസ്സായി. പക്ഷെ എല്ലാത്തിനും ഒരു പൊളിറ്റീഷ്യനായിട്ട് ഞാൻ 3 പടത്തിലേ ഉള്ളൂ. 1 ടൈഗർ, 2 പിന്നെ ബ്ലാക്ക് ഡാലിയ, 3 കന്യാകുമാരി എക്സ്പ്രസ്. ഒരെണ്ണത്തിൽ ധനകാര്യമന്ത്രി, ഒരെണ്ണത്തിൽ ആഭ്യന്തരമന്ത്രി, 1 മുഖ്യമന്ത്രി. ഞാൻ ഏറ്റവും അവസാനം അഭിനയിച്ച് നിർത്തിയത് ഉപ്പുകണ്ടം പ്രദേശമാണ്. അതിലൊരു വലിയ വില്ലനായിട്ട് അഭിനയിച്ചത്. അതിൽ പടം തുടങ്ങുന്നിടം തൊട്ട് തീരുന്നത് വരെ എനിക്കാണ് റോൾ. ഉപ്പുകണ്ടം പ്രദേശം അതിൽ ഒരു വില്ലനായിട്ടാണ്. പിന്നെ കാഞ്ചീപുരത്തെ കല്യാണം, അതിനകത്ത് ഞാനൊരു നാട്ടാമ്മയുടെ വേഷമാണ്. ഒരു പഞ്ചായത്ത് കരപ്രമാണി, ഇവിടെ തേന്മാവിൻ കൊമ്പത്ത് സുകുമാരിയൊക്കെ അഭിനയിച്ചൊരു വേഷം. അതിലാണ് പിന്നെ കാഞ്ചീപുരത്തെ കല്യാണം. വാസ്തവത്തിൽ മുകുന്ദൻ മേനോൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജിനോടൊപ്പം അഭിനയിച്ചത്. അതേസമയം ജൂബിലിയിൽ ഞാനൊരു DYSP-ട്ടാണ്. ശരത്ത് അച്ഛൻ്റെ ആൺമക്കൾ പാലക്കാട്ട് അഭിനയിച്ചു, ശരത്തുമായിട്ടാണ് അഭിനയിച്ചത്. അതിലെ ഞാനൊരു മീഡിയ പ്രവർത്തകനായിട്ടാണ്. ഇമോഷണൽ സീൻസ് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരു പിന്നെ അമ്പലവാസിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ് കൗസ്തുഭം. അതിനകത്ത് വളരെ എമോഷനായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ എമോഷനായിട്ടാണ് കൗസ്തുഭത്തിൽ അഭിനയിച്ചത്. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത റോളാണത്, കൗസ്തുഭത്തിലെ എൻ്റെ റോള്. നല്ല സിനിമയായിരുന്നു. പക്ഷേ അത് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന പടത്തിൽ കിട്ടുന്നൊരു പേരും പ്രശസ്തിയും ഒന്നും അത്തരം പടത്തിന് കിട്ടത്തില്ലോ. അതൊക്കെ പുതിയ ഡയറക്ടേഴ്സാണ്. അങ്ങനെ വന്നു പോയതുകൊണ്ടാണ്. അപ്പം ഒരുപാട് പടത്തിൽ ഒരുപാട് വേഷത്തിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. 17 എണ്ണമായി. ഇനിയിപ്പോൾ 3 സിനിമ അഭിനയിക്കാൻ പോകുന്നത്. അതിൽ പുതിയ ഡയറക്ടറുണ്ട്. പിന്നെ ഷാജിയും ഉണ്ണികൃഷ്ണനും വന്നപ്പോൾ അവർ പറഞ്ഞു, സുരേഷ് ഗോപിയെ വെച്ച് ഷാജി കൈലാസ് എടുക്കുന്ന അടുത്ത പടം, പിന്നെ ഉണ്ണികൃഷ്ണൻ എടുക്കുന്ന അടുത്ത പടം, അങ്ങനെ 3 പടം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സിനിമാ നടന്റെ ഭാര്യ കൂടെയാണ്. ആണോ? പിന്നെ അതാണോ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയാണോ സിനിമാ നടന്റെ ഭാര്യയായിട്ടാണോ എൻജോയ് ചെയ്യുന്നത്? എനിക്ക് രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്ന ഇഷ്ടം. ആണോ? എന്നാലും സിനിമയ്ക്കൊരു വേറൊരു സുഖമല്ലേ? അതുകൊണ്ട് ഇപ്പൊ രണ്ടും കൂടെ ആയി. ഈ സിനിമയിൽ നിന്ന് പേയ്മെന്റ് കിട്ടുമ്പോൾ നേരെ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് തരുമോ? എന്ത് കിട്ടിയാലും എൻ്റെ തരും. ആണോ? പിന്നെ ഭർത്താവിനെ സുഖിപ്പിക്കുക എന്നുള്ളതാണോ മെയിൻ ഉദ്ദേശം? അങ്ങനെ ഇല്ലല്ലോ, സുഖിപ്പിക്കാൻ പറ്റിയ ആളല്ല. ബേസിക്കലി പാവമാണോ? അതാ ഞാൻ പറഞ്ഞ മുൻദേശം ഉണ്ടെന്നേ ഉള്ളൂ. ആള് വെറും പാവമാണ്. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നും കൂടിയുണ്ട്. സാറ് കുറേ ഉപമകൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു. കരുണാകരൻ സാറിന്റെ ഏറ്റവും എന്താ പറയാ പെറ്റായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നവരെല്ലാം തന്നെ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാൻ ചൂഷണം ചെയ്തിട്ടേ ഉള്ളൂ. തീർച്ചയായും. ഇനി എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ SN കോളേജിലെ യൂണിയൻ ചെയർമാനായിട്ടിരിക്കുമ്പോൾ KSU പ്രസിഡന്റ് ഞങ്ങൾക്കൊരു സർക്കുലർ അയച്ചു. കേരളത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവും ആഭ്യന്തരമന്ത്രിയുമായ കരുണാകരനെ വിളിച്ച് ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനം നടത്തുന്നു. കേരളത്തിൽ ആദ്യമായി കരുണാകരനെ കൊണ്ടുവന്നൊരു കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് ഞാൻ. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞാൻ ചോദിച്ചു, കരുണാകരൻ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ, ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ എന്ത് അപകടം പറ്റും? അദ്ദേഹം കോൺഗ്രസ് അല്ലേ? അപ്പം കരുണാകരനുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയും കൊല്ലം SN കോളേജ് യൂണിയൻ ചെയർമാനുമായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് കോളേജ് യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായിക്കൊണ്ടാണ്. അപ്പോൾ കരുണാകരനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതിൻ്റെ പേരിൽ എന്നെ പാർട്ടി പുറത്താക്കി. അപ്പോൾ കരുണാകരൻ എനിക്കൊന്നും തന്നിട്ടില്ല.
ഒന്നും തന്നെ. അതാ ഞാൻ ഇനി ഒരു പേരോട് പറയാം. ഇനി അത് ഭാഗ്യലക്ഷ്മി ആയിരിച്ചോളൂ. ഉണ്ണികൃഷ്ണനും പരമേശ്വരനും അദ്ദേഹത്തിൻ്റെ 2 വിശ്വസ്തരാണ്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവസാന നാളുകളിൽ കേരള ഹൗസിൽ വെച്ച്, ഡൽഹി കേരള ഹൗസിൽ വെച്ച് ഈ ഉണ്ണികൃഷ്ണൻ്റെയും പരമേശ്വരൻ്റെയും സാന്നിധ്യത്തിൽ കെ കരുണാകരൻ ഞാൻ മുറി കയറി ചെല്ലുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് TV ഓഫ് ചെയ്തു. കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കി, കണ്ണാടി ഊരി ഒന്ന് തുടച്ചിട്ട് പരമേശ്വരൻ്റെയും ഉണ്ണികൃഷ്ണൻ്റെയും മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരേ ഒരുത്തൻ യവൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് മാത്രം മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. ഈ ഒരു ഓർമ്മ അങ്ങയുടെ മനസ്സിലുണ്ടല്ലോ, ഈ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരാൾ ഉണ്ണിത്താനാണെന്നൊരു ഓർമ്മ മനസ്സിലുണ്ടല്ലോ, അത് മാത്രം മതി. എനിക്കൊന്നും ചെയ്തു തന്നില്ല. കാരണം അദ്ദേഹത്തിനറിയാം എനിക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ വിട്ടു നിൽക്കില്ല. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ഇലക്ഷന് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇന്ന മണ്ഡലത്തിൽ ഞാൻ നിനക്ക് സീറ്റ് തരാം എന്നുള്ളൊരു വാക്കൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നപ്പോൾ, ഇപ്പോഴുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പാണ്. ശരിക്കും പാർട്ടിക്കുള്ളിൽ പല പല ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ശരിക്കും സാറിനെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പിലും പെടാതെയാണ് നിൽക്കുന്നത്, അല്ലേ? ലക്ഷ്മി, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരമാണ്. ഒരിക്കൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ KV തോമസ് കെ കരുണാകരനെ വിളിച്ചു പറഞ്ഞു, രാജ്മോഹൻ ഉണ്ണിത്താനെ ഞാൻ എൻ്റെ ജില്ലയിൽ ഒരു സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കാം. പറവൂർ, വടക്കൻ പറവൂർ, ഇന്ന് VD സതീശൻ MLA ആയിരിക്കുന്ന പറവൂർ KV തോമസ് കെ കരുണാകരൻ വിളിച്ചു പറഞ്ഞു. കെ കരുണാകരൻ എന്നെ വിളിച്ചു പറഞ്ഞു, നീ ഒന്നും അറിയണ്ട, നീ പറവൂർ പോയി നോമിനേഷൻ കൊടുത്താൽ മതി, നിന്നെ അവിടുന്ന് MLA ആക്കി വിടും KV തോമസ്. അപ്പോൾ അന്നൊക്കെ ഈ പ്രാദേശികമായ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഗ്രഹാതുരത്വം എന്നൊക്കെ പറയത്തില്ലേ, ആ ഗ്രഹാതുരത്വം എന്നെ വേട്ടയാടി കൊണ്ട് ഞാൻ ശക്തമായി എതിർത്തു. എനിക്ക് പറവൂർ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു, നമ്പർ 1. നമ്പർ 2, ഒരു ഇലക്ഷൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അമ്പലപ്പുഴയെ മത്സരിക്കണം. അന്ന് ഞാൻ കായംകുളം സീറ്റിന് വേണ്ടി പിടിച്ചു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഈ സീറ്റിന് പിടിക്കരുത്, പിടിച്ച അവസാനം അത് കിട്ടത്തില്ല, കാരണം ഇതിനകത്തുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ട്, ആ സമവാക്യത്തിൽ ആ സീറ്റ് അവസാനം നമുക്ക് നഷ്ടപ്പെടും. അമ്പലപ്പുഴയിലാണ്, നീ പേടിക്കണ്ട, നോമിനേഷൻ കൊടുത്തു, നീ ജയിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അമ്പലപ്പുഴ വേണ്ട, എനിക്ക് പിന്നെ ഇത് തന്നാൽ മതി, കായംകുളം മതി. കായംകുളത്തിന് ഞാൻ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് അമ്പലപ്പുഴ MLA ആണ്. പിന്നെ ഒരിക്കൽ അദ്ദേഹം എന്നോട് അടൂർ സീറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചില ആളുകൾ, ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ചില ആളുകൾ അന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ രാമേശ്വരത്തെ പണിക്കല്ല ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അദ്ദേഹം എനിക്ക് ഓഫർ ചെയ്തിട്ടും ഈ ഭീഷണി ഒന്നും ഞാൻ മുഖവിലേക്ക് എടുക്കാത്ത ആളാണ്. പക്ഷേ സ്നേഹപൂർവ്വം ഞാൻ പിന്നെ അത് നിരസിച്ചു. പിന്നെ ഒരിക്കൽ എനിക്ക് അദ്ദേഹം കോന്നി മത്സരിക്കാൻ പറഞ്ഞു, ഞാൻ നോമിനേഷൻ കൊടുത്തു. ഔദ്യോഗികമായ ചടങ്ങിൽ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്ത ആൾ ഞാനാണ്. പക്ഷെ രഹസ്യമായി ഒരാൾ കോൺഗ്രസ് അറിയാതെ അവിടെ നോമിനേഷൻ കൊടുത്തു. ആ രഹസ്യമായി കൊടുത്ത ആൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായി പരസ്യമായി വാദ്യഘോഷങ്ങളോടുകൂടി നോമിനേഷൻ കൊടുത്ത രാജ്മോഹൻ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ എന്നോട് മത്സരിക്കാൻ പറയുകയും ഇങ്ങനെ 1-2 എൻ്റെ ഒരു പിടിവാശി കൊണ്ട്, പിന്നെ ചില സ്ഥലത്തെ ഗ്രൂപ്പിലെ ചില സമവാക്യങ്ങൾ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു. എന്ത് കാരണമായാലും ഇപ്പോൾ തലശ്ശേരി ഞാൻ മത്സരിച്ചു. രാത്രി 11 മണിക്ക് KPC പ്രസിഡന്റ് എന്നെ വിളിച്ച് അവിടെ മത്സരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അതിശക്തമായിട്ട് അതിനെ എതിർത്ത ആളാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴും ഞാൻ എതിർത്തു. പക്ഷേ അവിടെ എനിക്ക് സീറ്റ് തന്നപ്പോൾ പാർട്ടിയെ ഞാൻ ധിക്കരിച്ചില്ല, ഞാൻ പോയി മത്സരിച്ചു. അപ്പോൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്തൊരു മണ്ഡലമാണെന്ന് അറിഞ്ഞിട്ടും പാർട്ടി പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചു. ഞാൻ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പല ഗ്രൂപ്പുകളുണ്ട്, അതിലൊരു ഗ്രൂപ്പിൽ ഞാൻ നിന്നിട്ടുണ്ടെന്നല്ലാതെ കോൺഗ്രസ് പാർട്ടി വിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും ഞാൻ തയ്യാറായിട്ടില്ല. ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം ആരംഭിച്ചത് 68-ലാണ്. ഇത് അവസാനിപ്പിക്കുന്നതും കോൺഗ്രസ് രാഷ്ട്രീയത്തിലായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി മുമ്പ് ചോദിച്ച സ്വതന്ത്രനായി എന്തുകൊണ്ട് ജയിച്ചുകൂടാ? മത്സരിക്കാം, ജയിക്കാം. ചിലപ്പോൾ ചില ആളുകളൊക്കെ എനിക്ക് പിന്തുണ തന്നു വരും. പക്ഷേ അങ്ങനെ ഒരു MP ആകുക എന്നുള്ളത് എൻ്റെ അല്ലെങ്കിൽ MLA ആകുക എന്നുള്ള, മന്ത്രിയാകുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയ ലക്ഷ്യമൊന്നുമല്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ഒരിക്കലും പിന്നെ എൻ്റെ ഒരു പ്രിൻസിപ്പിൾ വിട്ട് ഞാൻ പോകില്ല. സാറിൻ്റെ ഏറ്റവും വളരെ അടുത്ത എന്താ പറയുക, ഒരു പുത്രനോടുള്ള എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നു. വളരെ അടുത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ കൂടി പലപ്പോഴും കരുണാകരൻ ലീഡറിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ലീഡറെ പുകഴ്ത്തുകയും മക്കളെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്ത് സാറിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കൂട്ടരായിരുന്നു. പക്ഷെ അപ്പോഴും
ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും മക്കളെ വിമർശിക്കേണ്ട രീതിയിൽ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ വിമർശിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല, അല്ലേ? തീർച്ചയായും. അതിൽ കരുണാകരൻ സാറ് ഉണ്ണിത്താൻ സാറിനെ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നോ, അതോ എന്തിനാ എൻ്റെ മക്കളെ കുറിച്ച് ഇങ്ങനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞു? ഞാൻ കെ കരുണാകരൻ്റെ മകനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തലയാട്ടി സമ്മതിച്ചിട്ടുണ്ട്. അല്ലാതെ അത് ഒരു ദോഷൈക ദൃക്കായിട്ടല്ല ഞാൻ പറയുന്നതെന്നും അദ്ദേഹം അങ്ങനെയല്ല കേട്ടിട്ടുള്ളത്. ഈ പറയുന്ന കാര്യമാണെന്നും ഇതിൽ ന്യായമുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാം. അല്ലാതെ ഞാൻ അവരുടെ ദൂഷ്യങ്ങളല്ല പറയുന്നത്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ചെയ്തൊരു സേവനം കെ കരുണാകരൻ്റെ കുടുംബത്തിന് വേണ്ടി ആരും കേരളത്തിൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ ഉണ്ടാകാൻ കാരണം ശ്രീ കെ കരുണാകരനാണ്. അദ്ദേഹത്തിനോടുള്ള കൂറും വിധേയത്വവും പ്രതിബദ്ധതയാണ്. കാരണം എൻ്റെ ഒരു അചഞ്ചലമായ വിശ്വാസമാണ് അദ്ദേഹം എന്നെ രക്ഷിക്കും. പക്ഷേ എൻ്റെ സകല കണക്കുകൂട്ടലും തെറ്റിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ സ്ഥാനം 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു ഗവൺമെൻറ് 10 രൂപ മേടിക്കാൻ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ സ്ഥാനം അദ്ദേഹം തന്നില്ല. കെട്ടിവെച്ചാൽ കാശ് കിട്ടാത്തൊരു സീറ്റ് എന്നാവൻ പോയി അതിലെങ്കിലും മത്സരിക്കട്ടെ, അതും തന്നില്ല. അങ്ങ് ഡിക്ലെയർ ചെയ്യാമല്ലോ. തലശ്ശേരി ഡിക്ലെയർ ചെയ്തതുപോലെ അദ്ദേഹം ഈ പറയപ്പെടുന്ന പറവൂരോ ഈ അമ്പലപ്പുഴയോ ഏതെങ്കിലും ഒരു സീറ്റ് അങ്ങ് ഡിക്ലെയർ ചെയ്താൽ ഞാൻ മത്സരിക്കുമല്ലോ, അതും ചെയ്തിട്ടില്ല. അപ്പം ഈ വേണമെങ്കിൽ ചക്ക പേരിലും കഴിക്കുക. അപ്പോൾ സ്വാഭാവികമായി നമ്മളെ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചൊരു വികാരം, എൻ്റെ ലോയൽറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അവസാനം അച്ഛനും മകനും തമ്മിൽ തെറ്റിയപ്പോൾ ഞാൻ മകനോടല്ല നിന്നത്, അച്ഛനോടാണ്. അതാണ് മുരളിക്ക് എന്നോടുള്ള വിരോധം. മുരളിക്ക് ഇവിടെ ടാഗോർ സെൻറ്റനറി ഹാളിൽ പാർട്ടി പിളർക്കാനായി സമ്മേളനം വിളിക്കുന്നു. ആ സമ്മേളനത്തിൽ മുരളി വരുമെന്ന് ഞങ്ങളെ അറിയിച്ചു. അവസാന നിമിഷം മുരളി മാറി. അപ്പോൾ ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു. അതിനുശേഷം മുരളി നടത്തിയ 10 സമ്മേളനത്തിൽ എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു, അവിടെ അച്ഛൻ പാർട്ടി പിളർക്കാൻ വിളിച്ച സമ്മേളനത്തിൽ അച്ഛൻ്റെ അടുത്ത്, ഇവിടെ മോൻ അച്ഛനെതിരായി വിളിച്ച സമ്മേളനത്തിൽ മോൻ്റെ അടുത്ത്. ആ പണിക്ക് എന്നെ കിട്ടത്തില്ല, ഇന്നത്തെ സമ്മേളനത്തിൽ ഞാൻ വരില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാനും അച്ഛനും തമ്മിലൊരു പ്രശ്നം വന്നാൽ ഇവൻ അച്ഛൻ്റെ കൂടെ ഇരിക്കും. ആ പുള്ളി എന്നെ കട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല. ഞാനിപ്പോഴും ഞാൻ പറയുന്നു, കെ കരുണാകരനെ പോലെ ആർജവമുള്ളൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ ചാണക്യ തന്ത്രം അറിയാവുന്ന ഒരാളും കേരള രാഷ്ട്രീയത്തിൽ ഇന്നില്ല. ഇനി ഉണ്ടാകും, എൻ്റെ കാലത്തുണ്ടാകുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ശ്രീ കെ കരുണാകരൻ മരിച്ചു, അദ്ദേഹം ഞാൻ പറയുന്നു ഒന്നും കേൾക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ കേൾക്കണമെന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഏറ്റവും വലിയ ഒരു ഇരിപ്പിടം ശ്രീ കെ കരുണാകരനുള്ളത്. എനിക്കതാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്ത ചില നടപടികളിൽ എനിക്കുള്ള അഭിപ്രായം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. കരുണാകരൻ്റെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞിട്ടുള്ളത്, കരുണാകരൻ കേൾക്കാതെ ഞാൻ പറഞ്ഞിട്ടില്ല. അവസാനം ഒരു ദിവസം ക്ലിഫ് ഹൗസിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി രാജ്മോഹൻ താൻ മരിക്കുന്നവരെ അങ്ങയുടെ കാറിൽ കയറത്തില്ല, അത് സ്റ്റേറ്റ് ആയാലും പ്രൈവറ്റ് ആയാലും. നമ്പർ 1 സ്റ്റേറ്റുകാരനോട് വിട പറഞ്ഞ് ഞാൻ 1993 പടിയിറങ്ങിയതാണ്. പിന്നെ കെ കരുണാകരൻ്റെ കാറിൽ ഞാൻ കയറിയിട്ടില്ല, സ്റ്റേറ്റ് കാറിലും കയറിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനത്തിൽ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞെടുത്ത് അടി ഉറച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഈ ജന്മം അങ്ങയോടൊത്ത് ഒരു യാത്ര ഞാൻ ഉണ്ടാവത്തില്ല, ഞാൻ പിരിയാന്ന് പറഞ്ഞു, ഗുഡ് ബൈ പറഞ്ഞു. അതിനുശേഷം എന്നെ അദ്ദേഹം പല ആളുകൾ മുഖാന്തരം ശ്രമിച്ചു. ഞാനുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഞാൻ തയ്യാറായില്ല. കാരണം ഞാൻ അത്ര കണ്ട് സ്നേഹിച്ച ഒരാളിൽ നിന്നാണ് എനിക്ക് അത്ര കണ്ട് വേദന ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി. അത് കെ കരുണാകരനെ കൈകാര്യം ചെയ്ത്, ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, കെ കരുണാകരൻ്റെയും കെ മുരളീധരൻ്റെയും കൂടെ നിന്ന് അവരെ കൈകാര്യം ചെയ്ത് സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത അതേ ആളുകൾ ഇന്ന് രമേശ് ചെന്നിത്തലയെ കൈകാര്യം ചെയ്തു ആ സ്ഥാനമാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. അന്നും എനിക്കൊന്നും കിട്ടിയില്ല. കെ കരുണാകരനും ഇന്ന് രമേശ് ചെന്നിത്തല KPC പ്രസിഡൻ്റായിരിക്കുന്നതിൻ്റെ ഒരു കാരണക്കാരൻ ഞാനാണ്. ഞാൻ കെ കരുണാകരനെതിരെ ഫൈറ്റ് നടത്തിയില്ലായിരുന്നെങ്കിൽ, മുരളിക്കെതിരെ ഫൈറ്റ് നടത്തിയില്ലായിരുന്നെങ്കിൽ, അവർ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിരുന്നെങ്കിൽ ഈ ജന്മം രമേശ് ചെന്നിത്തല കേരളത്തിലെ KPC പ്രസിഡന്റ് ആവില്ല. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. കരുണാകരനും മകനും DIC രൂപീകരിച്ച് പോയതുകൊണ്ടാണ് പുതിയൊരു KPC പ്രസിഡന്റിനെ കുറിച്ച് ചിന്തിച്ചതും അവിടെ രമേശിൻ്റെ പേര് വന്നത്. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. അപ്പോൾ കെ കരുണാകരൻ്റെയും കെ മുരളീധരൻ്റെയും കാലത്ത് എനിക്ക് നീതി കിട്ടിയില്ല. രമേശ് ചെന്നിത്തല വന്നപ്പോഴും എനിക്ക് നീതിയില്ല. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും പോരന് കുമ്പിളിൽ കഞ്ഞി. കരുണാകരനെയും മുരളിയെ കൈകാര്യം ചെയ്ത ആളുകൾ തന്നെ ഇപ്പം ഇപ്പുറത്തോട്ട് മാറി ഇപ്പം രമേശിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, അവർക്കറിയാം ഇവരെ എങ്ങനെ
കൈകാര്യം ചെയ്യണം, എനിക്കതറിയത്തില്ല. ഞാൻ ഇപ്പോൾ കരുണാകരൻ്റെ അടുത്ത് പറഞ്ഞ അതേ കാര്യം രമേശിൻ്റെ അടുത്ത് പറയുന്നു. കരുണാകരൻ ഇഷ്ടപ്പെടാത്ത പോലെ രമേശിനും പിടിക്കില്ല. കാര്യം യവൻ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്നവൻ വേണ്ട. കുട്ടിക്കാലത്തെ ഉണ്ടോ ഈ വെട്ടിത്തുറന്ന് സ്വഭാവം? രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ജാത്യാലുള്ളത് തൂത്താൻ മാറില്ല. ഇത് ജന്മനാ കിട്ടിയാണ്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഔദാര്യത്തിൽ ജീവിച്ച് ശീലമില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ നമ്മൾ ഒരുപാട് ഇങ്ങനെ നമ്മളുള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട് ശത്രുക്കൾ നമുക്ക് കൂടുകയാണല്ലോ? തീർച്ചയായും. ഞാൻ കരുണാകരനെ സ്നേഹിച്ച പോലെ ആരും കരുണാകരനെ സ്നേഹിച്ച് കാണില്ല. ഞാൻ രമേശ് ചെന്നിത്തലയെ സ്നേഹിക്കുന്ന പോലെ ആരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല. പക്ഷേ അവർക്ക് ആവശ്യം എൻ്റെ സ്നേഹമല്ല. അവർക്കൊരാപത്ത് വരുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരാന്ന് കരുണാകരൻ അറിഞ്ഞിട്ടുണ്ട്, രമേശും അറിയും. നാളെ രമേശിൻ്റെ ആവശ്യം വന്നാൽ അദ്ദേഹം അറിയും. പക്ഷേ അവർക്കൊക്കെ ഒരു കഷ്ടകാലം വരുമ്പോഴാണ് എൻ്റെ മഹത്വം അവരറിയുന്നത്. അതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ ആരും ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരു കാലത്ത് രമേശിനൊരു മോശപ്പെട്ട ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അവരെല്ലാം ആനപ്പുറത്തും രാജ്മോഹൻ ഉണ്ണിത്താൻ താഴെയാണ്. മനസ്സിലായോ? അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ആനപ്പുറത്തും താഴെ ഇറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും ഉണ്ണിത്താൻ്റെ മഹത്വം. അന്ന് മതി. അപ്പോൾ എൻ്റെ ജാതകത്തിലെ നിയോഗം ഈ ജന്മം ഒന്നും ആകാതിരിക്കാനായിരിക്കും. എനിക്കിപ്പോൾ 60 വയസ്സായി. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും ആകാൻ ദൈവം വിധിച്ചിരിക്കുന്നത്. കാത്തിരിക്കാം. എവരി ഡേ ഹാസ് എ ഡേ ആൻഡ് മൈ ഡേ വിൽ കം. അപ്പോൾ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളം അർഹിക്കുന്നുണ്ടെങ്കിൽ ലഭിച്ചിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു നേതാവ് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. വളരെ സന്തോഷം സാർ. ഒരുപാട് ഓപ്പണായിട്ട് സംസാരിച്ചു, വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചു. വളരെ സന്തോഷം കാണാനും പരിചയപ്പെടാനും. തീർച്ചയായിട്ടും. ഭാഗ്യലക്ഷ്മി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു കലാകാരിയാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു നേരിട്ട് ഇത് പലയിടത്തും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാഷ്വൽ വിസിറ്റ് എന്നല്ലാതെ ഇങ്ങനെ നേരിട്ട് കാണാനും ഒരു ഇൻട്രാക്ഷൻ നടത്താനും ഒക്കെ അവസരം കിട്ടിയത് ഒരു മഹാഭാഗ്യമായി. കാരണം ഞാൻ പ്രേം നസീർ എൻ്റെ അമ്മയുടെ മുമ്പിൽ വന്നിരുന്ന പോലെ ഭാഗ്യലക്ഷ്മി ഇവിടെ വന്നപ്പോൾ ആ ഒരു ഫീലിംഗ് എനിക്ക്. കാര്യം കേരളത്തിൽ പഴയ കാലത്ത് നിങ്ങളെയൊക്കെ ബിഹൈൻഡ് ദ കർട്ടനാണ്. ഇപ്പം നിങ്ങൾ കുറേയൊക്കെ ഫ്രണ്ടിലായി. അപ്പോൾ പണ്ട് ഭാഗ്യലക്ഷ്മി ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങളും ഫോർ ഫ്രണ്ടിലായി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ വരാനും എൻ്റെയും എൻ്റെ കുടുംബത്തോടൊപ്പം അല്പസമയം ചിലവഴിക്കാനും കഴിഞ്ഞില്ല. ഞങ്ങൾക്കും അതീവ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ കടപ്പാടും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.